2 മാസം മുമ്പ് ശ്രീ ജ്യോതിഷ് കുമാർ DTP എടുത്ത താളുമായി ഒരു കെട്ടുമായി എൻ്റെ അടുത്ത് വന്ന് ഈ പുസ്തകത്തിന് അവതാരിക എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് നോക്കി. കാരണം ഈ ഇത്രയും വലിയൊരു സാധനം വായിച്ചുണ്ടാക്കാതെ പറ്റില്ലല്ലോ, അതൊരു പണിയാണ്. പക്ഷെ അത് എഴുതിയേ പറ്റുമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വായിക്കാതെ എഴുതില്ല, അതുകൊണ്ട് വായിക്കാനുള്ള സമയം എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ അത് മുഴുവൻ വായിച്ച ശേഷം ആ പുസ്തകത്തെക്കുറിച്ച് അവതാരിക എഴുതാൻ നിർബന്ധിതനായി. ആ പുസ്തകം നിങ്ങൾ വാങ്ങണം വായിക്കണം എന്നുള്ളത് കൊണ്ട് അവതാരികയെക്കുറിച്ച് അധികം പറയുന്നില്ല, അവതാരിക വായിക്കേണ്ടതാണ്. പക്ഷെ ആ പുസ്തകത്തിന്റെ പിന്നിൽ നേരത്തെ ശ്രീ പ്രതാപൻ പറഞ്ഞ ഒരു തപസ്യയുണ്ട്. നിരവധി പുസ്തകങ്ങളും അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളും നടത്താതെ ഒരു ചരിത്ര പുസ്തകം എഴുതാൻ പറ്റില്ല. ആ ഈ പുസ്തകത്തിൽ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണെന്ന് അദ്ദേഹം പറയുന്നെങ്കിലും ലോക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം മുതലുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ചരിത്രം പറഞ്ഞ് അദ്ദേഹം കൂടുതൽ സ്ഥലം മെനക്കെടുത്തിട്ടുള്ളത് കേരളത്തിന് വേണ്ടിയാണ്. അപ്പം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നതാണ് സത്യം. അത് ലോകമാകാം, ഇന്ത്യ ആകാം, കേരളമാകാം. അതിൽ ഏതാണ് കൂടുതൽ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ചിക്കാഗോയിലെ തെരുവീതികളിൽ രക്തം ചൊരിഞ്ഞ ആ കഥയെക്കുറിച്ച് തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം പറയാറുണ്ട്. അപ്പോൾ ഞാൻ പുസ്തകപരിചയം വരുന്ന നിലയിൽ ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. ആ പുസ്തകത്തിൽ ഈ പറയുന്ന ഇന്ത്യയുടെയും ലോകത്തിന്റെയും കേരളത്തിന്റെയും തൊഴിലാളി സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ സൂക്ഷ്മതർക്കായ ഒരു ചരിത്രകാരന്റെ നിരീക്ഷണ പാഠവും ജ്യോതിഷ് കുമാർ കാട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന അവതാരികയിലെ വിശദാംശങ്ങളിലേക്ക് പടന്നാൽ സമയം അപകരിക്കുന്നുണ്ട്, ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുസ്തകം 500 പേജുള്ള പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂടി അതിൽ ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് വേണ്ടി വഴിമാറുന്നു. നമസ്കാരം.